ഇപ്പൊ നമ്മളോടുള്ളത് CET-യിൽ 4-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ഗേറ്റില് വളരെ ഒരു നല്ല 238 എന്ന് പറയുന്ന ഒരു ഹൈ റാങ്ക് നേടി എല്ലാരെയും ഞെട്ടിച്ച വളരെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിച്ചില്ലെന്നല്ല അർത്ഥം, ഞെട്ടിച്ചു ഇൻ ദ സെൻസ് ഇതിന്റെ ഒപ്പം കാര്യം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് സാറേ ഇതിനൊപ്പം ഗേറ്റ് നടക്കുകയില്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ ഉള്ള നിർത്തുകയാണ്, അതിനുശേഷം പിന്നീട് ഒരു വർഷം വന്ന് പഠിക്കാമെന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് ഗോവിന്ദനെ പോലെ ഒരാള് ഇത് പഠിച്ച് നേടുകയാണ്. അപ്പൊ അത് ഒത്തിരി ഒരുപാട് ആൾക്കാർക്ക് എമുലേറ്റ് ചെയ്ത് അതിനെ മോഡലാക്കി കയറി വരാനായിട്ടുള്ള ഒരു വഴിയാണ് ഗോവിന്ദ് കാണിച്ചു കൊടുക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, ഒരുപാട് പേർക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊരു സംഗതി ചെയ്ത ഒരാള് ഹീറോയാണ് അല്ലെ. ഷംലി ഹീറോ എന്ന് പറയുന്ന പോലെ ഗോവിന്ദ് നമ്മുടെ ഹീറോയാണ്. ഒരുപാട് ജൂനിയേഴ്സിന്, ഒരുപാട് 0 to ഇൻഫിനിറ്റി സ്റ്റുഡൻസിനൊക്കെ ഇത് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ എവിടൊക്കെയോ ഗോവിന്ദിന്റെ സ്ട്രാറ്റജീസ് കറക്റ്റ് ആയിരുന്നു. അതായത് ഒരുപാട് ചലഞ്ചസിനെ ഓവർകം ചെയ്ത് വരാനുള്ള എന്തൊക്കെയോ സ്ട്രാറ്റജീസ് ഗോവിന്ദ് നടപ്പിലാക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്, എന്തൊക്കെയോ സീക്രട്ട് വെപ്പൺസ് ഗോവിന്ദിനുണ്ട്, എനിക്ക് ഉറപ്പാണ്, ഇല്ലെങ്കിൽ ഇത് സാധ്യമാകുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് ഗോവിന്ദിന് ഈ വിജയത്തെ പറ്റി പറയാനുള്ളത്? നമ്മൾ ഒരുപാട് ജൂനിയേഴ്സ് കാണുന്നുണ്ട്, അവരോടും എല്ലാവരോടുമായിട്ട് ഗോവിന്ദിന്റെ സ്ട്രാറ്റജി സക്സസ് സാഗ എന്തായാലും പറയാം. ഞാനീ റാങ്ക് അത്ര പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും ഇങ്ങനെ റാങ്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തേർഡ് ഇയറിലെ ഞാൻ ഗേറ്റ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയായിരുന്നു. പ്ലേസ്മെന്റിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗേറ്റിനാണ്. എനിക്ക് എംടെക് എടുക്കണം, അല്ലെങ്കിൽ ഒരു PSC അല്ലെങ്കിൽ ബാക്കി പോലത്തെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആശയം ആദ്യമേ എസ്മയിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് രണ്ടും വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഫോർത്ത് ഇയറിലോട്ട് വന്ന പ്രൊജക്ട് വർക്ക് ഉണ്ടെങ്കിൽ പോലും ഞാനതിന് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വെച്ചു, എനിക്ക് ഇത്തവണ ക്ലിയർ ചെയ്ത് പറ്റത്തും എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടായാലും ചില ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പോവാതെ എല്ലാവരും ഫൈനൽ ഇയേഴ്സ് ആകുമ്പോൾ എല്ലാ ദിവസവും ക്ലാസ് മൊത്തം 9 to 4 ക്ലാസ്സസ് ഉള്ള ദിവസമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ക്ലാസ്സസിലൊക്കെ നേരത്തെ ഫിനിഷ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം സെപ്റ്റംബറോടുകൂടി തന്നെ ഈ 2025 സെപ്റ്റംബറോടുകൂടി ഞാൻ ക്ലാസ്സസ് എല്ലാം ഫിനിഷ് ചെയ്തായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വന്നത്. പിന്നെ ഞാൻ ആക്ടിവിറ്റീസിന്റെ ഇക്കോണോട് തന്നെ ടെസ്റ്റ് സീരീസിൽ അറ്റൻഡ് ചെയ്യാമല്ലോ. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെയാണ് എന്റെ ഡ്രോബ് ആക്ഷൻ, എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടതെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു പാറ്റേൺ എക്സാമിന്റെ തലേ ദിവസം വരെയും ഫോളോ ചെയ്തതാണ് ഈ റിസൾട്ടിലേക്ക്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടേക്ക് അവേ പോയിന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ജെമിനി അല്ലെങ്കിൽ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചിട്ട് കുറെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കും. എനിക്ക് ഇന്ന പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സ്ട്രാറ്റജീസ് എല്ലായിടത്തും അവൈലബിൾ ആണ്, പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പലരെ കൊണ്ടും സാധിക്കത്തില്ല. ഗോവിന്ദ് അത് എക്സാക്ട് ഈ അക്ഷരം പ്രതി കോളേജിലെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഒരു മണിക്കൂർ നേരത്തെ വിടുമ്പോൾ ആ സമയത്ത് വന്ന് പഠിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റ് ഭയങ്കര ഒരു വലിയ ഡിസിപ്ലിന്റെ ഒരു ലക്ഷണമാണ്. കാരണം നമ്മളൊക്കെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അങ്ങനെ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നതല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഡിസിപ്ലിനോടുകൂടി ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ അല്ലെ ബുദ്ധിമുട്ട്. ക്രോസ് റോഡ്സിൽ നമ്മൾ ഒരു ഡിഫിക്കൽട്ട് പാത്ത് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് ഗോവിന്ദ് ചൂസ് ചെയ്തു. അപ്പോ ആ ഒരു ഡിസിഷൻ എടുക്കാൻ അത്ര ഡിസിപ്ലിൻഡ് റൂട്ടിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പോകാനായിട്ട് ഉള്ള മോട്ടിവേഷൻ എവിടെ നിന്നാണ്? എന്താണ്? ഫാമിലിയുടെ സപ്പോർട്ടാണ്. ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെസ്റ്റിനി എത്തണം എന്ന് അവരുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്കൊരു ഡയറക്ഷൻ ഉണ്ട്, ആ ഡയറക്ഷനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുണ്ടായി. ഇങ്ങനെ ചെയ്താൽ ഏത് പോയിന്റ് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ എത്തണം എന്നുള്ളതാണ്. പിന്നെ തുടങ്ങി എന്തായാലും തുടങ്ങി പകുതി വെച്ച് എനിക്ക് ടെൻഷൻ ആയാലും ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഈ വർഷം കൊണ്ട് കംപ്ലീറ്റ് അങ്ങനത്തെ ഓരോ എന്റെ അമ്മയോട് പോയി പറഞ്ഞാലും അച്ഛൻ്റെ പോയി പറഞ്ഞാലും അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അമ്മ ഉൾപ്പെടെ വീട്ടിലുള്ള എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ വേണ്ടി എന്നെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഈ കാണുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട്. ആ ഒരു ഇതിന്റെ പുറത്ത് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ എന്റെ ഡിറ്റർമിനേഷനിൽ എന്നെ സഹായിച്ചത്. ഈ കോഴ്സിലുടനീളം തേർഡ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴും ക്വാളിഫൈ ചെയ്തു. ഫൈനൽ ഇയർ എത്തിയപ്പോഴേക്കും കുറച്ചുകൂടെ നല്ല റാങ്കിലേക്ക് വന്നു. അപ്പൊ ഇതിൽ ഈ ഒരു ലോങ് ജേർണി ആയിരുന്നു തേർഡ് ഇയർ മുതൽ. ഈ റൂട്ടിലൊക്കെ എം സിഗ്മയുടെ ഒപ്പം വന്നു, നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിരുന്നു. പിന്നെ അത് ഏറ്റവും എം സിഗ്മ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഓൺലൈൻ ക്ലാസ്സസ് എടുത്തിരിക്കുന്ന രീതിയാണ്. ചില ക്ലാസ് ഞാൻ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺസർവേഷൻ വെച്ച് നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുന്ന വളരെയധികം വീഡിയോ പാർട്ടീസ് ആയാലും നമുക്ക് മനസ്സിലാവും. ആ നോട്ടുകൾ കാണുമ്പോൾ തന്നെ എഴുതിയെടുക്കേണ്ടത് ഇന്ന് എങ്ങനെ പോയിന്റ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് തോന്നുകയാണ്. ഏത് ഫോർമുലയാണ് എനിക്ക് എക്സാമിൽ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അത് പഠിക്കേണ്ടത് ഏത് എന്നുള്ളത് എൻസിന്റെ വീഡിയോസ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മറ്റ് വീഡിയോസിൽ
മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാണുന്നതിനെക്കാട്ടി ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു. വെറും ഒരു റെക്കോർഡ് വീഡിയോ അല്ല, അത് പ്രോപ്പർലി ഒരു ഇന്ററാക്റ്റീവ് വീഡിയോ ആണെന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി എന്നെ എൻസിറ്റിയിലേക്ക് എത്തിച്ചത് പോലും ആ വീഡിയോസ് ആണ്. ഞാൻ ആദ്യം ട്രെയിലായിട്ട് ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ബീപ്സ്മാർക്കാണ് എനിക്ക് പറ്റിയ ഇഷ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കി ജോലി ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസിന്റെ 1-to-1 ഗൈഡൻസ്. ഒരു ക്ലാസ് ഓഫ് സ്റ്റുഡൻസിനെ അല്ല അവിടെ അഡ്രസ് ചെയ്യും. ഓരോ സ്റ്റുഡന്റിനും എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ള അവരുടെ സാഹചര്യം എനിക്ക് വേണമെന്നുള്ളതായിരിക്കില്ല സ്റ്റുഡന്റിന് വേണം. എന്റെ ടൈമും എല്ലാം ഭയങ്കര ഡിഫറൻറ്റ് ആണ്. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് വേണ്ടി ടൈലർ ചെയ്യുന്നതെന്നാണ് എനിക്ക് വളരെയധികം ഉപയോഗം ഉണ്ടായി. അതുപോലെ ഇവിടുത്തെ മെറ്റീരിയൽസ് നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മെറ്റീരിയൽസിനെ കാട്ടി വളരെയധികം പല മെറ്റീരിയൽസ് ബാക്കിലുള്ള സൊല്യൂഷൻസ് ആയാലും എനിക്ക് ഞാൻ 2 ഇയർ മുമ്പ് ജോലി ചെയ്തത്. അപ്പൊ ആ ഇയറിന്റെ തൊട്ട് മുമ്പത്തെ ഇയർ വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം 1992 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതെല്ലാം സോൾവ് ചെയ്ത് വരികയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടായിരുന്നു. ഒരുപാട് ജൂനിയേഴ്സ് ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ടേക്ക് അവേ പോയിന്റ്സ് ഇതിനകത്തുണ്ട്. കാര്യം ഗേറ്റിൽ ഒരു നല്ല ടോപ്പ് റാങ്ക് വാങ്ങിക്കാൻ ഈ പറഞ്ഞ പോലെ അങ്ങ് ഡൽഹിയിലോ ഹൈദരാബാദിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഗേറ്റിനൊരു വളരെ നല്ല റാങ്ക് വാങ്ങിക്കാൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെ? അതുപോലെ ഫൈനൽ ഇയറിന്റെ എല്ലാ തിരക്കുകൾക്കൊപ്പവും പ്രൊജക്ട് സെമിനാറും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾക്കൊപ്പവും അതിനൊപ്പവും ഒരു നല്ല ഗേറ്റ് റാങ്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും, അല്ലെ? വളരെ ഡിസിപ്ലിനോടുകൂടി ഈ പറയുന്ന എല്ലാ ചലഞ്ചസിന്റെ ഇടയിലൂടെയും ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വലിയ മെസ്സേജുകളാണ് ഗോവിന്ദ് ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോവിന്ദിന് എല്ലാ ആശംസകളും, താങ്ക്സ്.